സക്കീറെ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അയാളില്ലേ? അതെ രവി, ഇയാൾ ഓർമ്മയില്ലേ നിനക്ക്? പണ്ട് ഇയാൾക്കൊരു കട ഉണ്ടായിരുന്നു, മുറുക്കാൻ കട, ബിസ്മില്ല ഹോട്ടലിൻ്റെ അടുത്ത്. എന്നിട്ടാ ഇപ്പോ അയാളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? സഹായിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, എന്നാലും ഇത്തരം ആക്ഷേപ വാക്കുകൾ പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും മുസ്തഫയുടെ ദോസ്തല്ലേ? ചിലരങ്ങനെയാ, അർഹിക്കാത്ത പണം കയ്യിൽ വരുമ്പോൾ കഴിഞ്ഞതെല്ലാം മറക്കും. ചിലർ പടച്ചോനെയും. പടച്ചവൻ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഏതായാലും നീ വണ്ടി ദോഹ ജദീദിലേക്ക് വിട്, നമുക്ക് ഇക്കായെ പോയി കാണാം. ഒരു തലവേദന വന്ന ചികിത്സിക്കാൻ തികയില്ല അവരുടെ ഈ കോടികൾ. അല്ല പിന്നെ. എന്താ ചൂട് റബ്ബേ. ആയേ ഇഞ്ഞിവിടെ ഉണ്ടേനോ? ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടും ഇക്കാക്ക് ജോലി തന്നെയാ? ഒന്നും പറയണ്ട. എന്താ ചെയ്യണേ? എക്സ്ചേഞ്ച് വരെ ഒന്ന് പോയതാ. ഇന്ന് 5-ാം തീയതി ആയില്ലേ? ഉക്കുമത്തിന്റെ ശമ്പളം 25-ന് എന്നെ ബാങ്കിലെത്തി. മെസ്സിലെ കുട്ടിയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത പൈസ ഇതാ ഇന്നാ കിട്ടിയത്. ഒക്കെ കൂട്ടി ചവിട്ടി കൂട്ടി നാട്ടിലെത്തിച്ചിട്ട് ഇതാ ഇപ്പം എത്തിയത്. നോക്ക് ദേ, ഇതാ ബാക്കിയുള്ളത്. ഇത് ഏതിനെല്ലാം കൊടുക്കണം? റൂം വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം, സൂപ്പർ മാർക്കറ്റ് കൊടുക്കണം, അവസാനം ഹോട്ടലിൽ കടം പറയേണ്ടി വരും. കൊടുക്കാനുള്ള എല്ലാം ബാക്കിയാവുകയും ചെയ്യും. അതെല്ലാ മാസവും പതിവല്ലേ? ശമ്പളം കിട്ടിയ ഇക്ക കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവര് പിന്നെയും കടം തരും. കാക്കണേ റബ്ബേ. എങ്ങനെയാ റബ്ബേ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക? നാട്ടിൽ നിന്ന് വരുന്ന ഓരോ കത്തുകൾ വായിച്ചാൽ ഞാനിവിടുന്ന് അയച്ചു കൊടുക്കുന്ന ഒന്നും തികയൂല ജോണേ. പിന്നെ അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാവാറില്ല, എന്നിട്ട് അറിയിക്കലുമില്ല. അതാ ആകെയുള്ളൊരു സമാധാനം. എൻ്റെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഞാൻ ഓരെ അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരും ഒരമിതമായ ആവശ്യം എന്നോടും ആവശ്യപ്പെട്ടില്ല. അത് നബീസായാലും ശരി, എൻ്റെ മക്കളായാലും ശരി. ഇനി കുറച്ച് കാലം കൂടിയല്ലേ ഇക്കാക്ക് കഷ്ടപ്പെടേണ്ടതുള്ളൂ. മക്കളെ പഠിപ്പ് കഴിഞ്ഞ് അവരിങ്ങോട്ട് കൊണ്ടുവന്ന ഇക്കൊക്കെ നാട്ടിൽ പോവാലോ. അൽഹംദുലില്ലാ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എൻ്റെ 2 മക്കളും നല്ലോണം പഠിച്ചിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് നാട്ടിലെ കോളേജിൽ സീറ്റ് വാങ്ങിയത്. മൂത്ത ആള് ഹൗസ് സർജൻസി കയ്യാറായില്ലേ? രണ്ടാമത്തെ ആള് ബിടെക് 2-ാം വർഷം അല്ലേ? അവര് രണ്ടുപേരൂടെ എത്തി ജോലിക്ക് കയറിയാ പിന്നെ ഇക്കൊക്കെ നാട്ടിൽ പോവാലോ. പോവണക്ക. ഇനിയുള്ള കാലം ഇത്തയും മക്കളും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. എന്നാലേ ഇനിയുള്ള കാലം ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവുകയുള്ളൂ. ആ മോനെ ജോണേ, എൻ്റെ കട ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ പറയാതെ ഇനി തന്ന പണം അത്. അതിനെന്താ ഇക്ക, നമ്മുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോഴാണത് പൈസയാവുന്നത്. അതല്ലെങ്കിൽ പിന്നെ അത് വെറും കടലാസ് കഷ്ണമല്ലേ? എന്റെ കാരണവന്മാര് എന്നെ പഠിപ്പിച്ചത് അതാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഇതാരല്ല ഇത്? 3 ആളുണ്ടല്ലോ. ഇരിക്കി. സുഖല്ലേക്കാ? അൽഹംദുലില്ലാ. ഇരിക്കി. മുക്കൂട്ട് 3 ഉണ്ടല്ലോ. ഇന്നത്തെ പിരിവാർക്ക് വേണ്ടിയാ? അല്ലിക്ക, ഞങ്ങളെ വെറും പിരിവാറാക്കി മാറ്റിയാ. അതൊക്കെ ഒരു തമാശ പറഞ്ഞല്ലേ മക്കളെ. മതവും ജാതിയും നോക്കാണ്ട് ആളുകളെ സഹായിക്കാൻ നടക്കുന്ന നിങ്ങള് ഞമ്മക്കൊരു അനുഗ്രഹം തന്നെയല്ലടോ. അതൊക്കെ പോട്ടെ, ഇമ്പരവിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ തായപ്പുറത്ത് റഫീഖില്ലേ, അവൻ കുറച്ചു ദിവസം മുമ്പ് ഒന്ന് കുഴഞ്ഞു വീണിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഏത് റഫീഖ്? സൂക്കിൽ കെഫ്റ്റീരിയ നടത്തുന്ന. ഓനെ എനിക്കറിയാലോ. കഴിഞ്ഞ മാസം ഓനെ ഞാൻ കണ്ടിരുന്നു. ഓന്റെ കുടുംബത്തിനെ അല്ല എനിക്കറിയാം. നാട്ടിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ബ്രെയിൻ ട്യൂമർ ആണെന്ന്. എന്തെല്ലാം റബ്ബേ കേൾക്കുന്നത്. ആളുന്ന തരത്തിൽ ഞമ്മക്ക് ഓനെ സഹായിക്കണം. ജോണേ, ഇന്റെ അടുത്തൊരു 100 റിയാൽ ഉണ്ടാവും എടുക്കാൻ. ഓ
ഇസമയത്തിന് ഈ കോമ്പൗണ്ടിൽ ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എല്ലാരെയും കണ്ടിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് എത്തിച്ചേരാം. ശരി ഇക്ക വിളിച്ചാൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോട്ടേക്ക്. ഒരു മിനിറ്റ്, ഇതും കൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഈ പരിശ്രമത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാവും. വളരെ സന്തോഷം. അപ്പൊ ശരി. ശരി എന്നാലേ. എന്നാ ശരി എന്നോ. റബ്ബേ, ഇങ്ങനെയുള്ള ആളുകളുടെ നല്ല പ്രവർത്തനം കൊണ്ടാണ് ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ രക്ഷപ്പെടുന്നത്. ഇക്ക നമസ്കരിക്കുന്നില്ലേ? സമയം കഴിയാറായി. അർഹമുറഹിമായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ. ആ കുഞ്ഞിൻ്റെ അസുഖത്തെ നീ പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അവൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും നീ കാണണേ റബ്ബേ. അവൻ്റെ ചികിത്സക്ക് വേണ്ടി പൈസ സ്വരൂപിക്കാൻ ഓടി നടക്കുന്ന ഈ മക്കളുടെ പ്രവർത്തനം നീ സ്വാലിയായ അമലായി സ്വീകരിക്കണേ റബ്ബേ. പഠിച്ചവനെ, ഈ മണലാരണ്യത്തിൽ മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.